ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ട്രംപും മസ്കും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. പക്ഷെ ഇപ്പോൾ ട്രംപിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇലോൺ മസ്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുന്നു എന്നൊരു വാർത്ത. ട്രംപിന് ഭീഷണിയാകാനുള്ള സാധ്യത ഉണ്ടോ? അത് ട്രംപിന് ഭീഷണിയാണെന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല അതിൽ. കാരണം ട്രംപിന് കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലായിരുന്നു. ഒരു ബിസിനസ് പശ്ചാത്തലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ അയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നു, പ്രസിഡന്റ് ആവുന്നു, വീണ്ടും മത്സരിക്കുന്നു, വീണ്ടും പ്രസിഡന്റ് ആവുന്നു. ഇലോൺ മസ്കിനും വേണമെങ്കിൽ കയ്യിൽ കാശുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നതാണ്. കാരണം പൈസ ഉണ്ടെങ്കിൽ എന്തും ആകാമെന്ന് ട്രംപ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മസ്കിനും ആകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. കാരണം ഒരു ആശയം പറഞ്ഞ് തെറ്റിപ്പിരിയുകയാണ്, അല്ലാണ്ട് സൗന്ദര്യപ്പണക്കമല്ല. കൃത്യമായ നിലപാട് പറഞ്ഞിട്ടാണ് മസ്ക് ട്രംപുമായിട്ട് തെറ്റിപ്പിരിയുന്നത്. കാരണം ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിരുന്നു. അതിനെല്ലാം കൂടി ചേർത്ത് അയാൾ വിളിച്ചിരുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്നാണ്. ബില്ലെന്ന് പറഞ്ഞാൽ നിയമം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പ്രകാരം ഒരുപാട് പദ്ധതികൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിലേറെയും ഈ പ്രതിരോധ രംഗത്ത് കൂടുതൽ പണം ചെലവഴിക്കുക, മെക്സിക്കോ അതിർത്തിയിൽ മതിൽ പണി കഴിഞ്ഞ ടൈമിൽ പകുതിയാക്കി വെച്ചിരുന്നു, അപ്പോൾ ബാക്കി പൂർത്തിയാക്കുക. അപ്പം അതിന് കാരണം പറഞ്ഞിരുന്നത് മെക്സിക്കോയിൽ നിന്നാണ് കണ്ടമാനം മയക്കുമരുന്ന് അമേരിക്കയിലോട്ട് കള്ളക്കടത്ത് നടത്തുന്നത്, മെക്സിക്കോയിൽ നിന്നാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ ഏറെയും വരുന്നത്, അതുകൊണ്ടാണ് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ടാണ് അവിടെ മതിൽ കെട്ടുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ ആരോഗ്യ പരിപാലനം, പോഷകാഹാര വിതരണം ഇവയ്ക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നു. ഈ സർക്കാർ വകുപ്പിലൊക്കെ ഈ കാര്യക്ഷമത കുറഞ്ഞു എന്ന് കണ്ടെത്തുന്നവരെ പറഞ്ഞു വിട്ടിട്ട് യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു. ഇങ്ങനെ കുറേയേറെ നിർദ്ദേശങ്ങളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുമ്പോൾ ഈ ട്രംപ് ഇതിനെ വിളിക്കുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണെന്നെങ്കിൽ മസ്ക് ഇതിനെ വിളിക്കുന്നത് ബിഗ് സ്ലേവറി, ഡെപ്റ്റ് സ്ലേവറി ബില്ലെന്നാണ്. അതിന് കാരണം ഈ ബില്ല് നടപ്പിലാകുന്നതോടുകൂടി ചെലവ്, അമേരിക്കൻ സർക്കാരിൻ്റെ ചെലവ് വല്ലാണ്ടങ്ങ് കൂടും. ഈ മസ്കിനെ ട്രംപ് ഒരു ഘട്ടത്തിൽ തൻ്റെ അധികാരത്തിൻ്റെ കൂടെ കൂട്ടിയിരുന്നു, ഒരു ചുമതലയും കൊടുത്തിരുന്നു, കാര്യക്ഷമതാ വകുപ്പ് മന്ത്രി. അപ്പോൾ അതിൻ്റെ ചുമതല എന്താ വെച്ചാൽ ചെലവുകൾ ചുരുക്കുകയും കാര്യക്ഷമത കൂട്ടുകയും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലോൺ മസ്ക് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി, കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി, കുറേ കേസിലൊക്കെ പെട്ടു. അവസാനം സഹികെട്ട് പുള്ളി ഇറങ്ങിപ്പോകുമായിരുന്നു. കാര്യം ട്രംപ് ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് പോകുന്നു, ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായിട്ട് പോകുന്നു, അത് സർക്കാരിൻ്റെ ചെലവ് കൂട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെലവ് ചുരുക്കൽ പദ്ധതിയുമായിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ വകുപ്പ് അപ്രസക്തമായെന്നും പറഞ്ഞാണ് മസ്ക് ആദ്യമേ ആ രാജിവെച്ച് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇതുപ്രകാരം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് നടപ്പിലാക്കി കഴിഞ്ഞാൽ അമേരിക്കൻ സർക്കാരിൻ്റെ പൊതുകടം $3 ട്രില്യൺ വർദ്ധിക്കും. ഈ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി രൂപ, $3 ലക്ഷം കോടി പൊതുകടത്തിൽ വർധനവുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ഡെപ്റ്റ് സ്ലേവറി ബില്ലെന്നേ, അതായത് കടവും അടിമത്തവും അത് രണ്ടും സമ്മാനിക്കുന്ന ബില്ലെന്നേ വിശേഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് മസ്കിൻ്റെ ഇപ്പോഴത്തെ വാദം. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്റിൽ ഇതിൻ്റെ വോട്ടെടുപ്പ് നടന്നിരുന്നു. 51 പേരാണ് ഈ ബില്ലിനെ അനുകൂലിച്ചത്, 49 പേർ എതിർത്തു. 2 വോട്ടിൻ്റെ ഭൂരിപക്ഷം. 53 പേര് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധികൾ ഉള്ളിടത്താണ് 51 പേര് വോട്ട് ചെയ്തത്. 2 പേര് മറുകണ്ഠം ചാടി. അതായത് സ്വന്തം പാർട്ടിക്കകത്ത് പോലും ട്രംപിന് പൂർണ്ണ പിന്തുണ കിട്ടാത്ത ബില്ലാണ് ഇതെന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെനറ്റിൽ വോട്ടെടുപ്പ് പൂർത്തിയായതുകൊണ്ട് തന്നെ ഈ ബില്ല് നടപ്പിലാക്കാനുള്ള വഴി ഏതാണ്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതായത് വരുന്ന 4-ാം തീയതിയാണ് ഈ പറയുന്ന ബില്ലിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബില്ല് നടപ്പിലാകുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എൻ്റെ പുതിയ പാർട്ടി വരും എന്നുള്ളതാണ് മസ്കിൻ്റെ പ്രഖ്യാപനം. പാർട്ടിയുടെ പേര് അമേരിക്കൻ പാർട്ടി എന്നാണ്. ഈ പറയുന്ന അമേരിക്കൻ പാർട്ടി ഈ ബില്ല് നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് മസ്കിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പിന്നെ പുള്ളിക്കാരൻ പറയുന്നു, ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കൻസിനും ബദലായിട്ട്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ട്രംപിൻ്റെ പാർട്ടി, അപ്പോൾ ഇതിന് രണ്ടിനും ബദലായിട്ട് പുതിയൊരു പാർട്ടി അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. ഈ പറയുന്ന ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത സെനറ്റർമാർ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. കാര്യം ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ കടവും എല്ലാം ആത്യന്തികമായി വന്ന് ഭവിക്കുക ജനങ്ങളുടെ തലയിലാണല്ലോ. അപ്പോൾ
ഇവർ ജനങ്ങളോട് സമാധാനം പറയും, ചെലവ് ചുരുക്കാം എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ എത്തിയ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചാരണം നടത്തി വോട്ട് നേടി അധികാരത്തിലെത്തിയവർ ഈ പറയുന്ന ബില്ലിനെ അനുകൂലിച്ചതോടുകൂടി തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നാണ് മസ്ക് പറയുന്നത്. അതായത് ജനങ്ങളോട് സമാധാനം പറയേണ്ട ഒരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്ന തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപും മസ്കുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണ് നമ്മൾ കരുതിയിരുന്നിടത്ത് ഇപ്പോൾ രാഷ്ട്രീയ വൈരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റുകൾക്കും ബദലായിട്ട് മൂന്നാമതൊരു പാർട്ടി അമേരിക്കയിൽ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റുകളുമാണ് അമേരിക്കയിലെ പ്രമുഖ 2 രാഷ്ട്രീയ പാർട്ടികൾ. വേറെ ചില ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എന്നാൽ അവർ ഏതെങ്കിലും തരത്തിലൊരു അധികാര കേന്ദ്രത്തിലോട്ട് എത്തിയതായിട്ടുള്ള ചരിത്രമില്ല. എന്നാൽ എലോൺ മസ്കിനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ രീതിയിൽ മറ്റ് കക്ഷികളുടെയൊക്കെ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപിനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് മസ്ക് തെളിയിച്ചിട്ടുണ്ടല്ലോ ട്രംപ്. അതെ, ട്രംപിന് ഈ പറയത്തക്ക രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. കാര്യം ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്കാണെങ്കിലും ശരി റിപ്പബ്ലിക്കൻസിനാണെങ്കിലും ശരി കാര്യമായി പണം സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു ട്രംപ്. അപ്പോൾ ഞാൻ കാശ് മുടക്കി എൻ്റെ കാര്യം സാധിക്കുന്നതിലും ഭേദം ഞാൻ സ്വന്തമായ അധികാരത്തിലെത്തിയാൽ പിന്നെ ആർക്കും കാശ് മുടക്കേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധിപരമായ തീരുമാനം. അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കണം ട്രംപ് പ്രസിഡന്റ് ആയത്. അപ്പോൾ ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ പുള്ളിക്ക് അതിൻ്റെ നേട്ടം ഉണ്ടായി. അപ്പോൾ പിന്നെ അതിൽ നിന്ന് വിട്ടുപോകാൻ സന്നദ്ധമായില്ല, തൂങ്ങിക്കിടന്നു. കാര്യം തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഞാൻ തോറ്റതല്ല, ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവിടെ രാജ്യ തലസ്ഥാനത്ത് തന്നെ വലിയ കലാപം ഉണ്ടാക്കിയ ആളാണ് ട്രംപ്. അപ്പോൾ അത്രമാത്രം അധികാരം, അതായത് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിനെ പോലൊരു ബിസിനസ്സുകാരനെ വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും അത് സഹായിക്കും. അപ്പോൾ പിന്നെ മസ്കും അങ്ങനെ ചിന്തിച്ചു പോയാൽ മസ്കിനെ കുറ്റം പറയാനൊക്കെ ഇല്ല. കാര്യം ട്രംപ് നല്ലൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വഴി പോയാൽ കാര്യം നടക്കും. പിന്നെ ഈ പറയുന്ന ഡെമോക്രാറ്റുകളുടെ പുറകെ പോകാനോ റിപ്പബ്ലിക്കൻസിൻ്റെ പുറകെ പോകാനോ മസ്കിന് തൽക്കാലം താല്പര്യമില്ല. അദ്ദേഹം സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കുന്നു, അമേരിക്കൻ പാർട്ടി. രസകരം എന്തെന്നാൽ ഈ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന്, പാർട്ടി നിലവിൽ വരുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആദ്യം ഇട്ടത് പുള്ളിയുടെ തന്നെ എക്സ് അക്കൗണ്ടിലാണ്. അപ്പോൾ പുള്ളി കരുതുന്നത് തൻ്റെ ഫോളോവേഴ്സ് എല്ലാം തൻ്റെ വോട്ടർമാരാണെന്നാണ്. അയാൾക്ക് ഏതാണ്ട് കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഈ ഇതിൽ, നമ്മുടെ ട്വിറ്റർ ഹാൻഡിൽ. പക്ഷെ അതിൽ അമേരിക്കയിലെ മാത്രമല്ലല്ലോ. അതെ, അതിലെ 80% പേരും പുള്ളി പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്ന് അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട ആവേശം കൊണ്ടാണ് ഇലോൺ മസ്ക് ഈ പറയുന്ന പുതിയ പാർട്ടി പ്രഖ്യാപനമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ല, അമേരിക്കയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ മസ്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് വന്നാൽ അധികാരത്തിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കില്ല. കാരണം പുള്ളിയുടെ കയ്യിൽ ആവശ്യത്തിലേറെ പൈസയുണ്ട്, ലോകത്തെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള ആൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്കിന് ഒരു കൈ നോക്കാവുന്നതാണ്. ഈ ട്രംപ് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ അത്രയും കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഈ മസ്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അതായത് മസ്കിനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു കുറച്ച് കൈവിട്ട ഒരു ചിന്താഗതിയുണ്ട്. ഈ മസ്ക് മനുഷ്യസാധ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടപ്പിലാക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പുള്ളിക്ക് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ബഹിരാകാശ കമ്പനി. ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ ആ വിക്ഷേപിച്ച റോക്കറ്റിന് തിരിച്ചു വന്ന് വീണ്ടും ഉപയോഗിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. പിന്നെ ഈ പറയുന്ന വ്യാഴത്തിലും ചൊവ്വയിലുമൊക്കെ കോളനി സ്ഥാപിക്കാമെന്നുള്ളത് അത്ര പോസിബിളായ കാര്യമല്ല. പക്ഷേ പുള്ളി അതിനു വേണ്ടി പദ്ധതി തയ്യാറാക്കുന്ന ആളാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ് ഇലോൺ മസ്ക്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അതിനുള്ള കൃത്യമായ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ടാകണം. ഏതായാലും കുറച്ച് നാളത്തെ കാത്തിരിപ്പ് മതി, നമുക്ക് കൃത്യം എന്താണെന്ന് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.